സംസ്ഥാനത്ത് കേരള പോലീസിന്റെ പേരിൽ വൻ സൈബർ തട്ടിപ്പ്. ഒരു ദിവസം കൊണ്ട് മാത്രം 1 കോടി രൂപയിലേറെ നഷ്ടപ്പെട്ടു. പരിവഹൻ ആപ്പിൽ നിന്ന് ഫൈൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട മെസ്സേജിന്റെ രൂപത്തിലാണ് തട്ടിപ്പ് നടക്കുന്നത്. മെസ്സേജ് തുറക്കുന്നതോടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പ് സംഘം സ്വന്തമാക്കും. 12 മണിക്ക് ശേഷം ഒരു കേരള പോലീസിന്റെ DPയോട് കൂടിയ ഒരു പോർട്ടലിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. എൻ്റെ വണ്ടി പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു കിയ വണ്ടിയാണ്. ആ വണ്ടി എവിടെയോ ട്രാഫിക്കിൽ പ്രശ്നം ഉണ്ടായിട്ട് തടഞ്ഞിരിക്കുകയാണ്. അർജൻറ്റായിട്ട് ഒരു ചലാൻ വഴി പൈസ അടച്ചാൽ മാത്രമേ അതിനകത്ത് വണ്ടി വിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സംശയം, കാരണം എൻ്റെ മകൻ ആ വണ്ടിയും കൊണ്ട് ഒരു ടൂർ പോയിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഈ മെസ്സേജ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മോൻ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ ചലാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഒരു വെളുപ്പിന് 3:15 എനിക്കൊരു സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എടുത്തില്ല, കട്ട് ചെയ്തത്. അത് ഫ്രോഡ് കോൾസ് ആണെന്ന് തോന്നുന്ന രീതിയിൽ എടുത്തില്ല. പിന്നീട് കിയയിൽ നിന്ന് വന്നു, പിന്നീട് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോണൊന്ന് എടുത്ത് നോക്കി. ഒരു 3:20 ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് 3 തവണയായിട്ട് 50,000, 45,000, 3,500, 38,500, 39,000 രൂപ, 99,000 രൂപ, 1,00,000 രൂപ കുറവ് പോയിട്ടുണ്ടായിരുന്നു. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്യാം, ഇതിപ്പോൾ പുതിയ തട്ടിപ്പാണല്ലോ. ഫോണിന്റെ നിയന്ത്രണം തന്നെ ഈ തട്ടിപ്പുകാർ ഏറ്റെടുക്കുന്ന രീതി. ഏത് തരത്തിൽ ഈ തട്ടിപ്പ് നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്? പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? പ്രവിധ, നിലവിൽ മാത്രം, അതായത് ഇന്നൊരു ദിവസം മാത്രം 20-ലധികം പരാതികളാണ് കൊച്ചിയിൽ സൈബർ സ്റ്റേഷനിലായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ പരാതികളിലെല്ലാം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കേരള പോലീസിന്റെ രൂപസാദൃശ്യമുള്ള ഒരു ചിത്രമാണ് അവർ ഈ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് കേരള പോലീസിന്റേതല്ല. ആ ചിത്രം ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. നമുക്ക് ഒരു മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരികയാണ്, നിങ്ങൾക്ക് ഇത്ര രൂപ പിഴ അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായും ആളുകൾ അത് തുറന്നു പരിശോധിക്കുന്നതോടെ അതൊരു APK ഫയലാണ്. ആ ഫോണിന്റെ നിയന്ത്രണം പൂർണ്ണമായും തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് കിട്ടുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പല തവണയായി പണം പോവുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിൽ പരാതിയുമായി എത്തിയ 20 പേർക്കും സമാനമായ അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കൊച്ചിയിലാണ് ഇപ്പോൾ ഈ പരാതി റിപ്പോർട്ട് ചെയ്ത വിവരം പുറത്തറിയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ഒരു തട്ടിപ്പിന് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് പോലീസ് നൽകുന്നത്. ഏതായാലും ഈ പരാതിയിൽ കൂടുതൽ ജാഗ്രത വേണം. വരുന്ന മെസ്സേജുകളിലുള്ള ലിങ്കുകളിലോ മറ്റോ ക്ലിക്ക് ചെയ്യരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പോലീസ് തരുന്നുണ്ട്. 1 കോടി രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് പലരുടെ അക്കൗണ്ടുകളിൽ നിന്നായി തട്ടിപ്പുകാർ കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും വലിയ ജാഗ്രത വേണം എന്നുള്ളൊരു മുന്നറിയിപ്പ് പോലീസ് നൽകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ വീണ്ടും സൈബർ തട്ടിപ്പുകാർ വളരെ സജീവമായി രംഗത്ത് വരികയും ഒറ്റ ദിവസം കൊണ്ട് 1 കോടി രൂപയിലധികം തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് കേരള പോലീസിന്റെ പേരിലാണ് വൻ സൈബർ തട്ടിപ്പ് നടക്കുന്നത്. ഒരു ദിവസം കൊണ്ട് മാത്രം 1 കോടിയിലേറെ രൂപയാണ് വിവിധ ആളുകൾക്ക് നഷ്ടപ്പെട്ടത്. 20ഓളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പരിവഹൻ ആപ്പിൽ നിന്ന് ഫൈൻ അടയ്ക്കണം എന്നാവശ്യപ്പെട്ട മെസ്സേജിന്റെ രൂപത്തിലാണ് തട്ടിപ്പ് നടക്കുന്നത്. എന്നാൽ മെസ്സേജ് തുറക്കുന്നതോടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പ് സംഘം സ്വന്തമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു വാർത്ത